ശ്ലോകം 5. ഭണശൃംഗസഹസ്ര വിനിസൃമര. അവരുടെ ഭണങ്ങൾ 1000 ഭണങ്ങൾ. ആ 1000 ഭണങ്ങൾ എങ്ങനെയുണ്ട്? ശൃംഗം, കൊടുമുടി പോലെയുണ്ട്. ഭണശൃംഗ സഹസ്ര, കൊടുമുടി പോലെയുള്ള 1000 ഭണങ്ങൾ അതിന് വിനിസൃമര ഒഴുകി വരികയാണ്. എന്താ ഒഴുകി വരുന്നത്? വിഷാംബുധരം, വിഷമുള്ള ആ ജലം. അത് ഇതുപോലെയുണ്ട്. ജ്വലദഗ്നി, കത്തുന്നതായ ജ്വലിക്കുന്നതായ അഗ്നിയെപ്പോലെ. അഗ്നികണ ഉഗ്രവിഷ, അവൻ്റെ മുഖത്തുനിന്ന് വരുന്നതായ ആ ഉഗ്രവിഷം അഗ്നിയെ പോലെ ജ്വലിക്കുന്നതും ഉഗ്രമായ വിഷത്തോടു കൂടിയതും ആയിരുന്നു. അങ്ങനെയുള്ള ആ കാളിയനെ പുരതഭണിനം സമലോകയത, തൻ്റെ മുമ്പിലായിട്ട് ആ പാമ്പിനെ ഭഗവാൻ കണ്ടു. സമലോകയഥാഹ എന്ന് പറഞ്ഞാൽ കണ്ടു. ഭണിനം പറഞ്ഞു, ഭണമുള്ളവൻ പണി. 1000 ഭണങ്ങളാണെന്ന് ആണ് സങ്കല്പം. ഭവൻ നോക്കുമ്പോൾ എങ്ങനെയുണ്ട് അവൻ്റെ സ്ഥിതി? ബഹുശൃംഗീണം അഞ്ജനശൈലമിവ. അഞ്ജനശൈലം കറുത്തത്, ആ കറുത്ത ശൈലം അനേകം കൊടുമുടികളുള്ളത്. ബഹുശൃംഗീണം, അനേകം കൊടുമുടികളുള്ള അഞ്ജനപർവ്വതം തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെയാണ് ഭഗവാന് തോന്നിയത്. അവൻ്റെ ഭണങ്ങളിൽ നിന്ന് ആ വിഷം പൊട്ടി അങ്ങനെ ഒഴുകുന്നു. അത് ജ്വലിക്കുന്ന അഗ്നി പോലെ ഉള്ളതായ വിഷമാണ്. അങ്ങനെയുള്ള ആ കാളിയനെ ഭഗവാൻ മുൻഭാഗത്തായിട്ട് കണ്ടു.